അങ്ങനെ അഭിവാദി സാഹസികമായി അതിസാഹസികമായി. ഇതാണ് മക്കളെ റോഡ്. റോഡൊക്കെ തോടായി എന്ന് അറിയുന്നില്ലേ, അതിങ്ങനെയാണ് പഠിച്ചോനെ. മക്കളെ പ്രസ് വിട്ടി പ്രസ്. അപ്പോൾ സുഹൃത്തുക്കളാ, നമ്മളൊരു പുതിയ വണ്ടി എടുത്തതാണ്. ജിമിനി കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ട്രയലാണെന്ന് ഞങ്ങൾ ഓടിച്ചു കൂട്ടുക. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. എന്തായാലും ആകെ കുലുക്കുന്നുണ്ട്. ആ മൊലാളി ഓട്ടെ. ഇതിനോടൊക്കൂലോ, ഇത് കണ്ടില്ലേ സെറ്റപ്പായിട്ട് ചാടി കളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ആകെ കുലുക്കി ആടി മക്കളെ പ്രസ് വിട്ടി പ്രസ്. പോട്ടെ പച്ചപ്പ് കൂടി മാറിയിട്ടില്ല. ജിമ്നി അതാ പോണ, ആകെ ആടി കളിച്ച് പോകണ്ട്. ഓഫ് റോഡ് ഇങ്ങനെ കയറി കുറച്ചെത്തിയപ്പോൾ കോൺക്രീറ്റ് ഇട്ട സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ ജിമ്നി പോകുന്നുണ്ട് വരുമ്പോക്ക്. അത് വരുമ്പോൾ കാണോ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോൾ സ്ലോ ആയി. ഇതാണ് മക്കളെ റോഡ്. റോഡൊക്കെ തോടായി എന്ന് അറിയുന്നില്ലേ, അതിങ്ങനെയാണ് പഠിച്ചോനെ. എന്തായാലും നമ്മളെ ജിമ്നിയും ജീപ്പും ഇതിൽ കയറാനുള്ള പരിപാടിയാണ്. അത്യാവശ്യം ചെറുമട്ടത്തിലൊരു കയറ്റാണ്. അപ്പോൾ തോടായ റോട്ടിൽ കൂടെ നമ്മുടെ ജിമ്നി ടെസ്റ്റ് ട്രയൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ആ ലൈറ്റൊക്കെ അതുണ്ട്. അതൊക്കെ റെഡിയാണ്. പോട്ടെ. ഏതായാലും പോട്ടെ. എവിടെ കൊണ്ടുപോയി കുത്തിക്കണ വണ്ടീൻ്റെ അടി. പതുക്കെ പോകുക. ഇന്നലെ അടുത്ത വണ്ടിയല്ലേ, കുത്തി നിന്നിക്കണ്. അങ്ങോട്ടും ഇല്ലാത്ത കോലത്തിലാണ്. കിട്ടി. ഡ്രൈവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്. പോട്ടെ. ഗജിലായി. തോടായ റോട്ട് കൂടെ ഉണ്ട് ആഷിഖ് ഭായ്. അപ്പോൾ നമ്മുടെ 2 വണ്ടി മേലെ എത്തിയിട്ടുണ്ട്. നമ്മൾ 4 ആളുള്ളൂ. 2.5 കിലോ പൂളിയും വാങ്ങിക്കണ്, 2.5 കിലോ ഇറച്ചിയും വാങ്ങിക്കണ്. ഇനി ഇത് ഈ പോയിൻ്റ് അപ്പുറത്തേക്ക് എത്തിക്കണം. അതിനിപ്പോൾ എന്തൊരു മാർഗം നോക്കിക്കൊണ്ടിരിക്കുക. ചെറിയൊരു ഐഡിയ കിട്ടിയിരിക്കണ്. നോക്കട്ടെ. ഞങ്ങളൊരു ചാക്ക് എടുത്തിട്ടുണ്ട്. ചാക്ക് ഇങ്ങനെ കുറച്ച് മടക്കിയിട്ട് ഒത്തിരി കല്ല് കത്തി
അങ്ങനെ ഓട്ടത്തിൽ കേട്ടോ ഓട്ടം ഇല്ല ഞാൻ പോയാലും കാണുമ്പോൾ ഉമ്രക്ക് പോയി കണ്ട് എന്തൊക്കെയോ ട്രിക്ക് പഠിച്ചു വന്നിക്കണം. ഉമ്രക്ക് പോയി പറഞ്ഞില്ല നമുക്ക് ട്രിക്കിന് ഞാൻ ചെയ്യാ ഐഡിയക്ക് നമുക്ക് ഉമ്രക്ക് പോയി വേണ്ട അതല്ല അപ്പൊ ഇതാവും. അങ്ങനെ നമ്മൾ ചാക്ക് സഞ്ചാക്കി സഞ്ചാക്കിക്കണേ അല്ല വീടാണ് ചെമ്പട്ടി ഞങ്ങളേ ഇടക്കിടക്ക് പോയി കൊണ്ട് കളയുന്നോണ്ട് ഇടക്കിടക്ക് പുഴയിൽ കൊണ്ടേ കളയുന്നുണ്ട് ഫീലാണ്. കണ്ടോ ചാക്ക് സഞ്ചിയായി. ഡിസ്പോസിബിൾ പ്ലേറ്റ് മാതിരാ. അപ്പൊ ഇനി അടുത്ത കാട്ട് കണ്ടോട്ട് എന്താണെന്ന് ഞാൻ അവിടെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ, എല്ലാം കൂടി പോരുത് കേട്ടോ, ആകെയുള്ള ഭക്ഷണമാണ്. കണ്ടോളിട്ടോ, ഒന്നെങ്കിൽ കാട്ടിക്ക് പോവും അല്ലെങ്കിൽ ഞങ്ങൾ അപ്പുറത്ത് കളിക്കും. അതിനകത്ത് ജീപ്പ് ഇതിലെ പോവോ? അതെങ്ങനെ മറിയോ? ഇല്ലല്ലോ. ഗല്ലി നല്ല മതി. അങ്ങനെ ഹബീബ് അതിസാഹസികമായി സുധീറാക്ക ആഷിഖ് ഭായിന്റെ നേതൃത്വത്തിലും സുധീറാക്കാന്റെ നേതൃത്വത്തിലും ആർച്ചിമ്പുളി എങ്ങനെ നോക്കട്ടെ ചെയ്യുക. ജീവിതത്തിൽ അത് ആദ്യമായിട്ട് ഇറച്ചി കഴുകാൻ പോകുന്നു. ആദ്യത്തേതും അവസാനത്തേതും. അത് കജ്ജിടയില് ഓർക്കൊരു അറപ്പ്. സോപ്പിൽ പൂള കേക്കി പൂള ആകെ വെളുത്തുകിട്. പൂള വെളുപ്പിച്ചോലെ കേക്കിയാണ്ട് തിന്നണുണ്ട്. അവസാനം പൂളി പുളിക്ക് പുളി ഉണ്ടാവില്ലേ. പിന്നെ പുഴ മുറിച്ച് കടന്ന് ഞങ്ങള് നമ്മളെ ഷെഡിലെത്തിയിട്ടുണ്ട്. വരടാ വെരി കൂയ്. ആയിഷാദിന് ഒരു മൂക്കും ഒരു തൊള്ളിയൊന്നും പോരല്ലേ ശ്വാസം വലിച്ചാ. പള്ളക്ക് ഓട്ടിടുക. വരി ജോണി ചേട്ടായിനോട് നമുക്ക് പറയാം, നമുക്ക് അടിയിൽ ഷെഡ് ഉണ്ടാക്കാറാ. അപ്പൊ സുധീറാക്കിയാണല്ലോ ഇന്നത്തെ പണ്ടാരി. ആ വെളുത്തുള്ളി ഉണക്കി പൊടിച്ചത്. അയ്യോ പുതിയ സിസ്റ്റമാണ്. മല്ലിപ്പൊടി ഇട്ടളി മല്ലിപ്പൊടി വെപ്പല്ലോ.
വെങ്കായം വെങ്കായം ഇട്ടു കേട്ടോ. ആ ആ എന്നാളല്ലേ മല്ലിപ്പൊടി അല്ല മഞ്ഞപ്പൊടി ആ കേട്ടല്ലേ മഞ്ഞൾ മഞ്ഞൾ ആ അത് കറക്റ്റായി കൊടുന്നല്ലേ നിങ്ങൾ നോട്ടെ 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 എത്ര ചുവന്ന മുളക് ആ ആ ഇട്ടളി ആ ഇട്ടളി മതി മതി അടുത്തെന്താ വലിയ ജീരകപ്പൊടി ആ ജീരകപ്പൊടി ആ ഒട്ടളി ഒട്ടളി ഉപ്പിട്ടില്ല ഉപ്പ് ഇളക്കല്ലേ ആ ഇളക്കണം ഉപ്പിട്ടിട്ട് ഇളക്കിയാ പോരെ ഉപ്പ് മതിയോ ആ ഉപ്പ് ആ മതി ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നീല ഉപ്പ് നമുക്ക് എപ്പോഴും ഇടാലോ ഓക്കെ ആ മസാല കമ്മിയാട്ടോ അടിപൊളി സ്ഥലമാട്ടോ അടിപൊളിയാണ് കാടിൻ്റെ നടുവിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടല്ലേ ചെറിയ വെള്ളച്ചാട്ടം കുക്കർ വിസിലടിക്കുന്നുണ്ട് ഏയ് അതൊക്കെ ഒഴിവാക്കാം തോലല്ലേ ഉള്ളിത്തോലൊക്കെ ഒഴിവാക്കാം പ്ലാസ്റ്റിക് ഇടണ്ടാൽ മതി പ്ലാസ്റ്റിക്കൊക്കെ നമുക്ക് ഇട്ടങ്ങണ്ട അങ്ങനെ ഇതാ കുക്കറിൻ്റെ വിസിൽ കളഞ്ഞിട്ടുണ്ട് ആ പൂളോടെ കളഞ്ഞു അത്ര ഉടഞ്ഞാൽ മതിയേ ബാക്കി തിന്നും പാടി ഇപ്പോൾ പ്രശ്നം എന്താ അറിയോ ഇവിടെ മഴ പെയ്താൽ ഇപ്പം ഇനി ഇവിടുന്ന് പോരാൻ കൂടൂലാവോ വയൽ വെള്ളം വന്നാണ്ട് അങ്ങനെ ഇതാണ് ആശികാക്ക ഇത് പോയിട്ടോ ഇനി വെച്ചില്ല ഉപ്പമ്മീൻ്റെ പോയിട്ടൂലേ ഉപ്പമീൻ ഉണ്ടെങ്കിൽ ബീഫിൽ ബീഫ് വന്നിടണം കാണി ഇതിനക്കാം ഈ പൂള ഇതുമ്മ പറ്റി പിടിച്ചിരിക്കുകയാണ് പൂളത് ആദ്യം പറ്റി പിടിച്ചിരിക്കുന്നു ഉപ്പമീണ്ടോ കാണി ഉപ്പമീൻ നോക്കി ആദ്യം ബന്ധുക്കണോ നോക്കി ഇങ്ങട്ടാ കളക്കണേ അങ്ങനെ നോക്കി അറിയില്ല എന്നാ കൊട്ടി ഒക്കെ പാണ്ട് കൊട്ടി അല്ലാ അയ്യോ ഇതിപ്പോ ഇതില്ലേ പൂളല്ലേ രണ്ട് പൊറാട്ടിന്റെ നല്ല അടിപൊളി മണക്കുണ്ട് ആയിട്ടില്ലേ ഇടാനാണല്ലോ വെളിച്ചെണ്ണയും മല്ലിച്ചപ്പും കരിയപ്പിന്റെ ഒക്കെ ഇട്ടാണ് കതിയില് പൂള അവിടെ ആ എരുണ്ടില്ലേ അല്ലേ 2.5 കിലോ ബീഫ് ആ 2 കിലോ പൂള അതന്നെ തൊലിയൊക്കെ പാട് തൊലി സുധീറൊക്കെ തിന്നത് ഒഴിച്ചാൽ ബാക്കി 1.5 കിലോ ഉണ്ടാവും എമ്മാര് തീറ്റ നിങ്ങള് ഒരു കഷ്ടം കൊത്തായിക്കിട ഒരു രസം വായിക്കിട അപ്പൊ ചുരുക്കി പറഞ്ഞ ഇറച്ചി മാത്രം തിന്നാൻ നമ്മള് പോകുന്നത് ഇതിക്ക് പോ പറഞ്ഞ പൊറാട്ട ഉണ്ടല്ലേ പൊറാട്ട ഉണ്ടെങ്കിൽ അതാണ് അങ്ങനെ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ അളക്കൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല കാടും പോത്തൊക്കെ ഇട്ടാണ്ട് മല്ലിച്ചപ്പും ഇതൊക്കെ സ്പെഷ്യലാണ് ആശിക്കാക്കാരുടെ സ്പെഷ്യൽ തന്നെ 4 പൊറോട്ട കൂടി കൊണ്ട് ആരാങ്ങട്ട് വരപ്പോ ചേടാ ഇതൊന്നും മണക്കണോ കണി മണം കിട്ടണോ നിങ്ങൾക്ക് വീഡിയോയിൽ മണം കിട്ടുണ്ടോ അപ്പൊ ഞങ്ങള് വിളമ്പി തുടങ്ങിട്ടോ വളമ്പന്നെ അല്ലേ എന്തൊക്കെ ഇതിൽ കുറെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെറൈറ്റി ബാക്കി വെക്കൂല വാസിക്കില്ല വിളമ്പല ഐഷാദിന്റെ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോളി ആ ഐഷാദ് മതി ഏതാ കട്ടൻ ചായ വിളമ്പാനോ ഒഴിവില്ല അപ്പോൾ ഇതിനോട് തീറ്റ തുടങ്ങി അത് തെറ്റിദ്ധരിച്ചാലൊക്കെ നമ്മളെ അകത്താക്കിയല്ലേ അങ്ങാണ്ട് ഉഷാർ പിന്നെ ഒരു ആറും അല്ലേ ട്രിപ്പിളാ ചായലും മാത്രം കമ്മി ഉണ്ടോ ആശിയാക്ക അങ്ങണ്ട് സത്യം പറഞ്ഞാലേ ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഇത്ര രസത്തില് അടിപൊളി വൈബിന്റെ ആംബിയൻസിന്റെ മാത്രമല്ല ടേസ്റ്റ് ചെറുതാറില്ല തള്ളല്ല സത്യം സത്യം
ഒരുപാട് ഗ്രൂപ്പിലിട്ട് നമ്മളെ പള്ള വീർക്കോ അല്ല ആർക്ക് ഇനി വീർക്കാനൊന്നുമില്ല ആർക്കും വെച്ചു അടിപൊളിയാണ് ഇലയായി എടാ അതിലൊക്കെ രണ്ടെണ്ണം കൂടി അടുത്ത് തിന്നാണ് നാശികാക്കാൻ്റെ കുടുക്കൊക്കെ ആ ഒരു കുടുക്കും ഇരിക്കും നാശികാക്ക കുടുക്കേ അല്ല അപ്പൊ മഴ കൊണ്ടിക്ക അതോ വിയർപ്പിക്ക അതാ മടക്കി 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 കഴിഞ്ഞില്ലേ യുദ്ധം കഴിഞ്ഞില്ലേ ഈ മതി വിയർത്തിട്ട് കെട്ട് കെട്ട് വിയർപ്പ് പറ്റില്ലേ എവിടെ വിയർത്തിക്കണു വിയർപ്പില്ല